കുടുംബത്തിന് അഭിവൃദ്ധി ഉണ്ടാകാൻ ആരാണ് ആഗ്രഹിക്കാത്തത്? കുടുംബ അഭിവൃദ്ധി ഉണ്ടാകാൻ ഏറ്റവും നല്ലത് ദേവീ കടാക്ഷമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഹൈന്ദവർ. അതിന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു ദിനമുണ്ട്, പൗർണമി അഥവാ വെളുത്തവാവ്. ഓരോ മാസത്തിലെയും പൗർണമി ദിവസം വീട്ടിൽ വിളക്ക് തെളിയിച്ച് ദേവിയെ പ്രാർത്ഥിക്കുന്നത് ഐശ്വര്യവർദ്ധനവും ദാരിദ്ര്യ ദുഃഖ നാശവും സമ്മാനിക്കും. അന്നേ ദിവസം ഒരിക്കലെടുക്കാം, വ്രതമനുഷ്ഠിക്കാം, ഇതൊക്കെ അത്യുത്തമമാണ്. ജൂലൈ 10 വ്യാഴാഴ്ച മിഥുന മാസത്തിലെ പൗർണമിയാണ്. ചാന്ദ്രദശാദോഷം മാറ്റാം. ചന്ദ്രദശാകാലദോഷം അനുഭവിക്കുന്നവർക്ക് ദോഷകാഠിന്യം കുറയ്ക്കാൻ പൗർണമി വ്രതം അത് നല്ല അനുഷ്ഠാനമാണ്. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വിദ്യാഭ്യാസത്തിൽ ഉയർച്ച ഉണ്ടാകും, പരീക്ഷയിൽ മികച്ച വിജയം ലഭിക്കും. നാമങ്ങളിൽ ശ്രേഷ്ഠമാണ് വിഷ്ണുനാമം. 1000 വിഷ്ണുനാമ തുല്യമാണ് ഒരു ശിവനാമം. 1000 ശിവനാമത്തിന് തുല്യമാണ് ദേവീ നാമം എന്ന് ആചാര്യമതം. ലളിത സഹസ്രനാമജപം അത് മാതൃരൂപീണയാണ് ദേവി. മാതൃപൂജ ഒരു വ്യക്തിയുടെ സകല പാപങ്ങളെയും കഴുകിക്കളയും. മാതൃസ്നേഹത്തിന്റെ അളവ് അത് നമുക്ക് വർണ്ണിക്കാനാകില്ല. തെളിഞ്ഞ മനസ്സോടെ ഭഗവതിയെ ധ്യാനിച്ച് പൗർണമി ദിനത്തിൽ ലളിതാ സഹസ്രനാമം ചൊല്ലുക ദേവി പ്രീതി കൈവരിക്കാൻ ഏറ്റവും നല്ല മാർഗമാണ്. ചൊല്ലാൻ സാധിച്ചില്ലെങ്കിൽ ലളിതാ സഹസ്രനാമം കേട്ടാലും മതി. ദേവീപ്രീതികരമായ കർമ്മങ്ങൾ ഭവനത്തിൽ അനുഷ്ഠിക്കാൻ ഏറ്റവും നല്ല ദിവസമാണ് പൗർണമി. ദേവി കടാക്ഷത്തിലൂടെ കുടുംബത്തിൽ ഐശ്വര്യം, അഭിവൃദ്ധി, സമാധാനം എന്നിവ നിറയും. മാതൃസ്വരൂപിണിയായ ഭഗവതിയെ ഭവനത്തിൽ കുടിയിരുത്താനാണ് പൗർണമി ദിനാചരണം. സൂര്യോദയത്തിന് മുന്നേ തന്നെ വീടും പരിസരവും വൃത്തിയാക്കുക, ശരീരശുദ്ധി വരുത്തുക, നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക, ഇതൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ ഭഗവതിക്ക് നേദ്യമൊരുക്കണം.